ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷിഗാസ് കഫേയിലേക്ക് സ്വാഗതം. ഞാനിന്ന് കാണിക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ നാട്ടിലും ടിക്ടോക്കിലൊക്കെ വൈറലായ പുൽജാർ സോഡയാണ് കേട്ടോ. ഞാനിത് 3 ഫ്ലേവറിൽ ട്രൈ ചെയ്ത് നോക്കി, നല്ല സക്സസ് ആയിരുന്നു. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒറിജിനൽ പുൽജാർ സോഡയുടെ റെസിപ്പി കൂടാതെ 3 ഫ്ലേവറിലുള്ള പുൽജാർ സോഡ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ. അപ്പോൾ ഒരെണ്ണം ചെയ്തിട്ടുള്ളത് ഗ്രേപ്സ് വെച്ചിട്ടാണ്, പിന്നെ ഒരെണ്ണം മാംഗോയും ഓറഞ്ചും മിക്സാണ്, പിന്നെ ഒരെണ്ണം റൂഹഫ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റൂഹഫ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഷുഗർ ചേർക്കരുത്, കാരണം അതിൽ ഓൾറെഡി ഷുഗർ ഉള്ളതാണ്. പിന്നെ ഈ പതിഞ്ഞ് വരുന്നതിൻ്റെ സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ മിക്സിലേക്ക് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യരുത് കേട്ടോ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പതഞ്ഞ് പൊങ്ങി വരില്ല. നമ്മൾ ബാക്കിയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് നമ്മൾ ആ സോഡയിലേക്ക് ഇറക്കി വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നത്. ആ പതഞ്ഞ് പൊങ്ങി വരുന്ന ആ ടേസ്റ്റ് തന്നെ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് കറക്റ്റ് മെഷർമെൻ്റ് ഒന്നുമില്ല. നമുക്ക് ഏത് ഇൻഗ്രീഡിയൻ്റാണ് കൂടുതൽ വേണ്ടത് വെച്ചാൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്കിത് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 4 ഗ്ലാസ് പുൽജാർ സോഡയ്ക്ക് വേണ്ടിയിട്ടുള്ള മിക്സാണ് എടുക്കുന്നത്. അതിനൊരു 6 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 4 ടേബിൾ സ്പൂൺ ഇഞ്ചി, ഒരു 7 ചെറുനാരങ്ങയുടെ ജ്യൂസ്, 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, പുതിന കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, എന്നാലായിരിക്കും നമുക്ക് ആ ഒരു കറക്റ്റ് ഗ്രീൻ കളർ കിട്ടുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ അരിച്ചിട്ടാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുൽജാർ സോഡയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ 3 ഫ്ലേവറിലുള്ള പുൽജാർ സോഡയിലേക്കും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴായിരിക്കും നമുക്ക് നല്ല കറക്റ്റ് ടേസ്റ്റിലുള്ള പുൽജാർ സോഡ കിട്ടുക. പുൽജാർ സോഡ ഉണ്ടാക്കാൻ ഇതുപോലെ ഒരു വലിയ ഗ്ലാസ്സും വേണം, പിന്നെ ഇതുപോലൊരു ചെറിയ ഗ്ലാസ്സും വേണം. ഈ ഗ്ലാസ് വലിയ ഗ്ലാസ്സിലേക്ക് ഇറങ്ങുന്ന രൂപത്തിലായിരിക്കണം. ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ ഒറിജിനൽ പുൽജാർ സോഡയുടെ റെസിപ്പിയാണ്. ആ ചെറിയ ഗ്ലാസിൻ്റെ 1/4 ഭാഗം നമ്മുടെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കസ്കസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുള്ളത്. ഉപ്പ് ചേർത്തിട്ട് ഇളക്കരുത് കേട്ടോ. ഇളക്കി കഴിഞ്ഞാൽ ഇത് പതഞ്ഞ് പൊങ്ങി വരില്ല. ഒരു വലിയ ഗ്ലാസ്സിലേക്ക് 2 സ്ലൈസ് ലെമണും പുതിനയും ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് സോഡ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് പതുക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒറിജിനൽ പുൽജാർ സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ പതിഞ്ഞ് പൊങ്ങി വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് ഗ്രേപ്പ് പുൽജാർ സോഡയാണ്. ഇതിനായിട്ട് നമ്മുടെ ഗ്രേപ്സിൻ്റെ മിക്സിലേക്ക് 2 ടീസ്പൂൺ ഗ്രീൻ മിക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കസ്കസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യരുത്. ബാക്കിയൊക്കെ സെയിമാണ്. ഗ്ലാസ്സിലേക്ക് നമുക്ക് സോഡ ഒഴിച്ച് കൊടുക്കാം. സോഡ ഒഴിച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ഈ മിക്സ് പതുക്കെ ഈ സോഡയിലേക്ക് ഇറക്കി കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രേപ്പ് പുൽജാർ സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗ്രേപ്പിൻ്റെ ആ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഈ സോഡ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത് നമ്മുടെ മാംഗോ ഓറഞ്ച് പുൽജാർ സോഡയാണ്. ഇത് തയ്യാറാക്കാൻ മാംഗോ ഓറഞ്ച് മിക്സിലേക്ക് 2 ടീസ്പൂൺ ഗ്രീൻ മിക്സും 1 ടീസ്പൂൺ കസ്കസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്യേണ്ട, ബാക്കിയൊക്കെ സെയിമാണ്. നമ്മുടെ ഗ്ലാസ്സിലെ സോഡയിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് പതുക്കെ ഇറക്കി വെച്ച് കൊടുത്താൽ മതി. നമ്മുടെ സൂപ്പർ മാംഗോ ഓറഞ്ച് പുൽജാർ സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാംഗോൻ്റെയും ഓറഞ്ചിൻ്റെയും കൂടി ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും അത് കുടിക്കാൻ. അടുത്തതായിട്ട് കാണിക്കുന്നത് റെഡ് പുൽജാർ സോഡ മിക്സാണ്. അതിന് വേണ്ടിയിട്ട് റൂഅഫ മിക്സിലേക്ക്
2 ടീസ്പൂൺ ഗ്രീൻ മിക്സും 1 ടീസ്പൂൺ കസ്കസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സോഡ മിക്സിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള റൂഅഫ്സ മിക്സ് പതുക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് ഫുൾ ജാർ സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെഡ് ഫുൾ ജാർ സോഡ കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഈ 4 ഫ്ലേവറിലുള്ള ഫുൾ ജാർ സോഡ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞങ്ങൾ ഈ 4 ഫ്ലേവറിലുള്ള ഫുൾ ജാർ സോഡ റെസിപ്പിയും സൈനപ്പ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്തതാണ്. അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് സോഡയ്ക്ക് പകരമാണെങ്കിൽ സൈനപ്പ് ഉപയോഗിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.